അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. തഖുല്ലാഹ് ഇബാദല്ലാഹ് റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ഏറെ ബഹുമാന്യരായ വിശ്വാസിനികളെ, പരിശുദ്ധ റമദാനിൻ്റെ ഏറെ പുണ്യം നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ പ്രാധാന്യമുള്ള ഒരു ചരിത്ര സംഭവമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. ബദർ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ചെങ്കടലിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയായും മക്കയിൽ നിന്ന് 310 കിലോമീറ്റർ അകലെയായും മദീനയിൽ നിന്ന് 155 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബദർ എന്ന് പറയുന്നത്. ഷാമിൽ നിന്ന് കച്ചവടക്കാർ മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ബദറിൽ തങ്ങുകയും താമസിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ്, പ്രദേശം കൂടിയാണ് ബദർ എന്ന് പറയുന്നത്. ആ ബദറിൽ വെച്ച് നടന്നിട്ടുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളിൽ, ചരിത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവരുടെ കൈവശമുണ്ടായിരുന്നതെല്ലാം മക്കയിൽ ഇട്ടെറിഞ്ഞ് മദീനയിലേക്ക് ഹിജറ പോയ ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിൽ ശക്തമായ ഒരു ഇസ്ലാമിക സംവിധാനം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളും മറ്റ് ഗോത്രവർഗങ്ങളുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവരുടേതായി ബാക്കി വെച്ച് വന്ന, ഇട്ടെറിഞ്ഞു വന്ന, പിടിച്ചു വെച്ച അവരുടെ സമ്പാദ്യങ്ങളെ, കച്ചവട മുതലുകളെ ഒക്കെ അവർ കൈവശപ്പെടുത്തിയിരുന്നു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കച്ചവട സംഘം ഖുറൈശികളിലെ മക്കയിലെ ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും കൈവശം നിന്ന് ഒരു വിഹിതം കൈപ്പറ്റിക്കൊണ്ട് അവിടെ പ്രവാചകനും സഹാബത്തുമൊക്കെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന മുതലുകളിൽ നിന്ന്, സമ്പാദ്യങ്ങളിൽ നിന്നും കൈവശപ്പെടുത്തിയതുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഷാമിലേക്ക് ഒരു വലിയ കച്ചവട സംഘമായി പുറപ്പെട്ടു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലായിരുന്നു. ആ സംഘം ലാഭവുമായി മക്കയിലേക്ക് തിരിച്ച് മടങ്ങിയെത്തിയാൽ ഒരു വേള മദീനയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകനെയും സ്വഹാബത്തിനെയും അവരെ നേരിടുവാൻ ഈ ലാഭവും ഈ സമ്പാദ്യവും അവരുപയോഗപ്പെടുത്തിയേക്കാം എന്ന വലിയ ധാരണയും വിശ്വാസവുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും ഇടയിലുണ്ടായിരുന്നു. സത്യത്തിൽ അതങ്ങനെ തന്നെ നടക്കുവാനുള്ള സാധ്യതയും ഏറെ മുന്നിൽ കണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഈ കച്ചവട സംഘത്തെ, ഷാമിൽ നിന്നും മടങ്ങി വരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയണമെന്ന ഒരു ഉദ്ദേശം, ഏറ്റുമുട്ടലല്ല, അവരെ പിടിച്ചടക്കലല്ല, അവരോട് യുദ്ധം ചെയ്യലല്ല, മറിച്ച് തങ്ങളിട്ടെറിഞ്ഞു വന്ന, തങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന സമ്പാദ്യമടക്കം വലിയ കച്ചവടം ചെയ്ത് ലാഭവുമായി മക്കയിലേക്ക് മടങ്ങുകയും പിന്നീട് മദീനയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ആ സംഘത്തെ, ആ കച്ചവട സംഘത്തെ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിൽ നിന്ന് ബദറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. എന്നാൽ അതീവ ബുദ്ധിശാലിയും കൂർമ്മ ബുദ്ധിയും നേതൃനിരയുമൊക്കെയുള്ള, നേതൃപാടവുമൊക്കെയുള്ള അബൂ സുഫിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഈ വരവിനെ മനസ്സിലാക്കുകയും അതിനെ തടയാൻ, അല്ലെങ്കിൽ ആ കച്ചവട സംഘത്തെ ചെങ്കടലിന്റെ പ്രദേശത്തോടുകൂടി, ഓരത്തോടുകൂടി ബദറിൽ പ്രവേശിക്കാതെ മക്കയിലേക്ക് എത്താനുള്ള മാർഗം അവർ അന്വേഷിക്കുകയും അതുവഴി അവർ പോവുകയും ചെയ്തു. എന്നാൽ അബൂ സുഫിയാൻ ലംലം ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തിയെ മക്കയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ പറഞ്ഞയക്കുന്നത് അവരോട് ഈ സംഘത്തെ, ഈ യാത്രാ സംഘത്തെ തടയാൻ പ്രവാചകനും മുഹമ്മദും അനുയായികളും ഒരുങ്ങുന്നുണ്ട് എന്ന വാർത്ത അറിയിക്കുവാൻ വേണ്ടിയാണ് ലംലം ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തിയെ അബൂ സുഫിയാൻ പറഞ്ഞയക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മക്കയിൽ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിക്കുന്നിടത്ത് തുബ്രാനിയുടെ അൽ മുഅ്ജമുൽ കബീർ, തുബരിയുടെ താരീഖ്, അതുപോലെ തന്നെ ഇബ്നു ഹിഷാമിന്റെ അസീറ അൻ നബവിയ, ഇവിടെയൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ആത്തിഖത്ത് ബിൻതു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഇങ്ങനെയാണ്: മക്കയിലേക്ക് ഒരാൾ കടന്നു വരുന്നു. ആള് കടന്നു വന്നുകൊണ്ട് മക്കയിലെ ആളുകളോട് വിളിച്ചു പറയുന്നത്, നിങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി നിങ്ങൾക്കൊരു വലിയ നാശവുമായി ഒരു വലിയ സംഘം ആളുകൾ പുറപ്പെട്ടു വരുന്നുണ്ട്.
എന്നിട്ട് ഈ വ്യക്തി ഒരു വലിയ പാറയുടെ മുകളിൽ കയറി ആ പാറയുടെ മുകളിൽ നിന്ന് ഒരു വലിയ പാറയെ താഴേക്ക് എറിയുകയും ആ പാറ താഴേക്ക് വീണ് അതിൻ്റെ പല കഷ്ണങ്ങളായി ആ മക്കയിലുള്ള ഓരോ ആളുകളുടെയും വീടിന്റെ പരിസരങ്ങളിലേക്ക് അത് ചിന്നിച്ചിതറി ആളുകളിലേക്ക് എത്തും. ഇതായിരുന്നു അവർ കണ്ടിരുന്ന സ്വപ്നം. ഇത് അബ്ബാസ് റളിയല്ലാഹുവിനോട് അവർ പറയുന്നുണ്ട്. അദ്ദേഹം അത് വലീദിനോട് പറയുന്നു. വലീദ് അത് അബൂജഹലിനെ അറിയിക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ അത് വലിയ സംഭവമാവുകയും വലിയ വിഷയമാവുകയും അവരെ പേടിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് അബൂ സുഫിയാൻ പറഞ്ഞയക്കുന്ന ലംലം ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തി മക്കയിലേക്ക് ചെല്ലുന്നത്. മക്കയിലേക്ക് അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ അരികിലുണ്ടായിരുന്ന ഒട്ടകത്തെ, ആ കുതിരയുടെ ചെവി മുറിച്ചും അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിയും ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടും അദ്ദേഹം മക്കയിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹം വിളിച്ചു പറയുന്നത്, അല്ലയോ ഖുറൈശി സമൂഹമേ, യാത്രാസംഘം, നിങ്ങളുടെ സമ്പത്തുമായി അബൂ സുഫിയാന്റെ വരുന്ന യാത്രാസംഘം, ആ യാത്രാസംഘത്തെ മുഹമ്മദും കൂട്ടരും പിടിച്ചെടുക്കുകയാണ്, മുഹമ്മദും കൂട്ടരും അത് തടഞ്ഞു വെക്കുകയാണ് എന്ന് അദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ കുതിരയുടെ ചെവി മുറിച്ചും വസ്ത്രം കീറിയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹം തന്നെ മുറിവുകൾ ഉണ്ടാക്കിയും അദ്ദേഹം ഈ വിഷയത്തെ കുറച്ചുകൂടി ഗൗരവമുള്ളതാക്കുവാൻ വേണ്ടി മക്കയിലെ ആളുകൾക്കിടയിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു സംഭവം, ചരിത്രം നമുക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ തൊബറാനിയും അതുപോലെ തന്നെ ഇമാം തൊബരിയും ഇബ്നു ഇഷാം സീറ നബവിയിലുമൊക്കെ ഈ ചരിത്ര സംഭവത്തെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ ലംലമിന്റെ വരവോടുകൂടി തന്നെ ആതിക റളിയല്ലാഹു അൻഹ കണ്ട സ്വപ്നവുമായി അവർ കൂട്ടി വായിക്കുകയും ഇത് ഏറെ ഭീതിയുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്ന് അവർ ബോധ്യപ്പെടുകയും ആ സ്വപ്നവും ലംലമിന്റെ വരവും തമ്മിൽ ബന്ധമായി അവർ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഈ യാത്രാ സംഘത്തെ തടയാൻ വന്ന മുഹമ്മദിനെയും കൂട്ടരെയും ഇല്ലായ്മ ചെയ്യാൻ, അവരെ എതിരിടാൻ വേണ്ടി അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം തയ്യാറാവുകയാണ്. അപ്പോഴേക്കും അബൂ സുഫിയാന്റെ വരവ്, അതല്ലെങ്കിൽ അബൂ സുഫിയാൻ സുരക്ഷിതമായിട്ട് മക്കയിലേക്ക് എത്താനായിട്ടുണ്ട്, അല്ലെങ്കിൽ മക്കയിലേക്ക് സുരക്ഷിതമായി എത്തും, മുഹമ്മദിനും കൂട്ടർക്കും പിടികൊടുക്കാതെ എത്താൻ സാധ്യതയുണ്ട് എന്ന വാർത്ത കൂടി അബൂജഹലിന് എത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ യാത്രാ സംഘം സുരക്ഷിതരായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തങ്ങൾ മുഹമ്മദിനെയും അനുയായികളെയും നേരിടുന്നത്, അവരോട് യുദ്ധം ചെയ്യുന്നത്, അവരെ എതിർക്കുന്നതൊന്നും അബൂജഹല് ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് തങ്ങളുടെ ശക്തിയെ, തങ്ങളുടെ ധൈര്യത്തെ, തങ്ങൾ എത്രമാത്രം ശക്തരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് അബൂജഹൽ യഥാർത്ഥത്തിൽ നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അബൂജഹലിന്റെ കൂടെയുള്ള ആളുകളും പ്രവാചകനെയും സ്വഹാബത്തിനെയും തങ്ങളുടെ ശക്തിയെ, തങ്ങളുടെ ധൈര്യത്തെ അവരെ ഭയപ്പെടുത്തുവാൻ, അവരെ പേടിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് അവർ കാണുന്നുണ്ട്. അബൂജഹലിന്റെ ആ വരവിനെ പറ്റി വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം സൂറ അൽ അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നുണ്ട്. കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, അവരവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടു വന്നു. എങ്ങനെയാണ്? അഹങ്കാരത്തോടുകൂടി, ബത്തറോടുകൂടി, റിയാ അന്നാസ്, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി തങ്ങൾ ആരാണ്, തങ്ങളുടെ ആധിപത്യം എന്താണ്, ഞങ്ങളെയാണോ, ഞങ്ങളുടെ സംഘത്തെയാണോ മുഹമ്മദും അനുയായികളും എതിരിടാൻ വേണ്ടി ശ്രമിക്കുന്നത്, തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഞങ്ങൾ ആരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണമെന്ന അഹങ്കാരത്തോടുകൂടി, എല്ലാവിധ അഹംഭാവത്തോടുകൂടി ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി, തങ്ങൾ ആരാണ് എന്ന് അവരെ അറിയിക്കുവാൻ വേണ്ടി വലിയ ഗർവോടുകൂടി പുറപ്പെടുന്ന അബൂജഹലിന്റെ സംഘത്തെ പറ്റി വിശുദ്ധ ഖുർആൻ സൂറ അൽ അൻഫാലിലെ 47-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ആ അബൂജഹലിന്റെ സംഘം എന്ന് പറയുന്നത് 1000-ഓളം വരുന്ന ഒരു വലിയ സംഘവുമായിട്ട് 700-ഓളം 100 കുതിരകളും 700 ഒട്ടകങ്ങളുമായി വരുന്ന, എല്ലാ ആയുധവുമായി കടന്നു വരുന്ന ഒരു വൻ സൈന്യത്തെ, ഒരു വലിയ സംഘമായിട്ടാണ് അബൂജഹലിന്റെ വരവ്. എന്നാൽ മറുപക്ഷത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട്, തന്റെ സ്വഹാബത്തിനോട് പ്രവാചകന്റെ ചോദ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്നത്, നമ്മളിങ്ങനെ ഈ യാത്രാ സംഘത്തെ തടയാൻ വേണ്ടി പോവുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ യാത്രാ സംഘത്തെ തടയാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് അവർ വലിയ സൈന്യമായി, വലിയ സംഘമായി അവർ നമ്മളെ നേരിടാൻ വേണ്ടി കടന്നു വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളും അൻസാറുകളുമുള്ള ആ സംഘത്തോട് പ്രവാചകന്റെ ചോദ്യവും മുഹാജിറുകളിൽപ്പെട്ട ആളുകളുടെ മറുപടിയും അൻസാറുകളുടെ മറുപടിയുമൊക്കെ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആശങ്കാജനകമായ പ്രവാചകന്റെ ഈ ചോദ്യത്തോട്
ഈ മുഹാജിറുകളുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ മുഹാജിറുകളിൽപ്പെട്ട മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി ഉണ്ട്. ലാ നഖൂലു കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ അലി മൂസ, ബനൂ ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞതുപോലെയുള്ള മറുപടി ഞങ്ങൾ പറയുകയില്ല. ലാ നഖൂലു കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ ലി മൂസ, ബനൂ ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞ മറുപടി ഞങ്ങൾ പറയുന്നില്ല. ഇത് അബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ആഹുനാ ഖായിദൂൻ, മൂസ താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് ബനോ ഇസ്രാഹിലർ പറഞ്ഞ മറുപടിയല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. മറിച്ച് ഞങ്ങൾ പറയുന്നത് എന്താണ്? വലാക്കിൻ, പക്ഷേ ഇത് അബ് അൻത വറബ്ബുക ഫഖാതില, മുഹമ്മദേ താങ്കളും താങ്കളുടെ റബ്ബും പുറപ്പെട്ടുകൊള്ളുക, അവരോട് യുദ്ധം ചെയ്തു കൊള്ളുക. ഇന്ന മഅകുമാ മുഖാതിലൂൻ, ഞങ്ങളും നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കൂടെ ഞങ്ങളും ഈ യുദ്ധത്തിൽ ഉണ്ടായിരിക്കും എന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന മറുപടി നമുക്ക് കാണാം. അൻസാറുകളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി, ലൗ ഖലത ബിനാ ആദൽ ബഹറ ലഖലനാഉ മഅക്, പ്രവാചകരെ താങ്കൾ ഏതൊരു സമുദ്രത്തിലേക്കാണോ ഞങ്ങളെ കൊണ്ടുപോകുന്നത്, പ്രവേശിക്കുന്നത്, അത് സമുദ്രമാണെങ്കിൽ കടലാണെങ്കിൽ അതിലേക്ക് എടുത്തു ചാടാനും താങ്കളോടൊപ്പം ആ സമുദ്രത്തിലേക്ക് ഇറങ്ങാനും ഞങ്ങൾ തയ്യാറാണ്. താങ്കൾ എവിടേക്കാണോ ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ഞങ്ങളും താങ്കളുടെ കൂടെ താങ്കളോടൊപ്പം ഞങ്ങളും കടന്നു വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടി, സീറു വ അബ്ശിറു ഫഇന്നല്ലാഹ തആല ഖദ് വഅദനി ഇഹദ ത്വായിഫതൈനി. സീറ ഇബ്നു ഹിശാമിൽ നമുക്ക് കാണാം എന്താണ്? സീറു വ അബ്ശിറു, നിങ്ങൾ മുന്നോട്ട് പോവുക, വ അബ്ശിറു നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, ഫഇന്നല്ലാഹ തആല തീർച്ചയായും അല്ലാഹു ഖദ വഅദനി എനിക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇഹദ ത്വായിഫതൈനി ഈ രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു സംഘത്തെ, ഒന്നുകിൽ യാത്രാ സംഘത്തെ അല്ലെങ്കിൽ വലിയ സൈന്യത്തെ, യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്ന ആ സൈന്യത്തെ നമ്മൾ നേരിടേണ്ടി വരും. ഒന്നുകിൽ കച്ചവട സംഘത്തെ അല്ലെങ്കിൽ യാത്രാ സംഘത്തെ, ഇതിലേതിനെയും ഒന്നിനെ നേരിടാനുള്ള അതിനെ അതിജയിക്കാനുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം എനിക്കുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 310 കൂടുതൽ വരുന്ന ആളുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുകയാണ്. മറുപക്ഷത്ത് 1000-ഓളം വരുന്ന വൻ സൈന്യം, 100ഓളം കുതിരകളും 700ഓളം ഒട്ടകങ്ങളും വരുന്ന എല്ലാ ആയുധങ്ങളുമായി കടന്നു വരുന്ന ഒരു സംഘം, മറുപക്ഷത്ത് 310 കൂടുതൽ വരുന്ന ആളുകളുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 82 മുതൽ 86 വരെ വരുന്ന മുഹാജിറുകളുടെ എണ്ണം, അതുപോലെ തന്നെ 231 മുതൽ 236 വരെ വരുന്ന അൻസാറുകളുടെ എണ്ണം, അതിൽ 61 ഔസ് ഗോത്രത്തിൽപ്പെട്ടവരും 170 ഖസറജ് ഗോത്രത്തിൽപ്പെട്ട അൻസാരികളും അടങ്ങുന്ന ആ സംഘവും 2 കുതിരകളും 70 ഒട്ടകങ്ങളുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബദറിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ ബദറിലേക്ക് അബൂജഹലിന്റെ വൻ സൈന്യം കടന്നു വരുമ്പം എല്ലാവിധ ആയുധങ്ങളുമായി അഹങ്കാരത്തോടുകൂടി അവർ കടന്നു വരുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത് പ്രവാചകനും സഹാബത്തും 3 പേരടങ്ങുന്ന ആളുകൾക്ക് ഒരു ഒട്ടകവുമായിട്ടാണ് അവർ കടന്നു വരുന്നത്. ഒട്ടകത്തിന്റെ പുറത്ത് 2 പേരിരിക്കുമ്പോൾ ഒരാൾ ആ ഒട്ടകത്തിന്റെ മുന്നിൽ നടക്കുന്ന ഒരു സന്ദർഭം. ഇങ്ങനെ കടന്നു വരുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിന്റെയും ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ കൈവശമാണ് ഇസ്ലാമിന്റെ പതാകയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒട്ടകപ്പുറത്തുള്ളത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ എന്തിനാണ് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഞങ്ങളുടെ ഊഴവും ഞങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കേണ്ടുന്ന ഊഴവും കൂടി പ്രവാചകരെ താങ്കൾക്ക് ഇരുന്നുകൂടെ? 55 വയസ്സ് പ്രായം വരുന്ന പ്രവാചകനും 20 വയസ്സിന് അടുത്തെത്തിയിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമയം കടന്നു വരുമ്പം ഒട്ടകപ്പുറത്ത് നടന്ന് മുമ്പിൽ നയിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ ഒരു പ്രാർത്ഥന ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയെ പറ്റി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിലേക്കൊക്കെ വരുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കടന്നുകൊണ്ട് കൈകൾ ഉയർത്തി ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ രൂപത്തെ പറ്റി, പ്രവാചകന്റെ പ്രാർത്ഥനയെ പറ്റി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദമാക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എന്തായിരുന്നു? അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഅലിക ആദിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർള്. അല്ലാഹുവേ, നീ എന്നോട് പറഞ്ഞ വാഗ്ദാനം നീ നിറവേറ്റി തരണം, നീ എന്നോട് പറഞ്ഞ കരാറ് നീ നിറവേറ്റി തരണം. അല്ലാഹുമ്മ ഇൻ തുഅലിക ആദിൽ ഉസാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘം നിന്റെ ആദർശത്തെ,
നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിന്നോട് ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു സംഘം ഇവിടെ പരാജയപ്പെട്ടാൽ, മിൻ അഹ്ലിൽ ഇസ്ലാമി, ഇസ്ലാമിൽപ്പെട്ട ഈ കൊച്ചു സംഘം പരാജയപ്പെട്ടാൽ, ലാ തുഅബദു ഫിൽ അർള്, അള്ളാഹുവെ നിന്നെ ആരാധിക്കുന്ന, നിനക്ക് ആരാധന നിർവഹിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗം ഇവിടെ ഉണ്ടാവുകയില്ല എന്ന ആത്മാർത്ഥമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് കാണാം. മറുപക്ഷത്ത് അബൂജഹലും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് അബൂജഹലിന്റെ പ്രാർത്ഥന? അല്ലാഹുവേ, മുഹമ്മദ് ഞങ്ങൾക്കിടയിൽ കടന്നു വന്ന് ഞങ്ങളുടെ കുടുംബ ബന്ധം മുറിച്ചവനാണ്, ഞങ്ങൾക്കറിയാത്ത, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത, ഞങ്ങൾക്കറിയപ്പെടാത്ത ഒരു മതവുമായിട്ടാണ് അവൻ കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾക്കിടയിലെ ബന്ധങ്ങളെ മുറിച്ചവനാണവൻ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത മതവുമായി കടന്നു വന്നവനാണ്, അവനെ നശിപ്പിക്കണമേ എന്ന അബൂജഹലിന്റെ പ്രാർത്ഥന ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിന്റെ വേളയിൽ തന്റെ സ്വഹാബത്തിനെ വിളിച്ചു പറയുന്നുണ്ട്, ഖൂമൂ ഇലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്കായിട്ട് ഉണരുക. അർളു അസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമുള്ള ഒരു സ്വർഗമാണ് ആ സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഉമൈർ ഇബ്നുൽ ഹമാം അൽ അൻസാരി, അദ്ദേഹം ഈ പ്രവാചകന്റെ ഈ പ്രഖ്യാപനം കേൾക്കുമ്പോൾ, പ്രവാചകന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ, താൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാരക്കയെ അത് വലിച്ചെറിഞ്ഞുകൊണ്ട്, അത് ഉപേക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിളംബരത്തിലേക്ക്, ഈ യുദ്ധത്തിലേക്കുള്ള പുറപ്പാടിലേക്ക് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, ആ ഇരുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അത് അവിടെ 70 വരുന്ന ആളുകൾ, 70ഓളം മുശ്രിക്കീങ്ങളിൽപ്പെട്ട നേതാക്കന്മാർ കൊല്ലപ്പെടുകയും, അതുപോലെ തന്നെ 70 പരം ആളുകളെ അവരെ പിടിച്ചടക്കുകയും അവരെ ബന്ധസ്ഥമാക്കുകയും അവരെ ബന്ധനത്തിലാക്കുകയും ചെയ്യുകയും 14ഓളം വരുന്ന മുസ്ലിങ്ങൾ, 8ഓളം അൻസാറുകളും 6ഓളം മുഹാജിറുകളും അതിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. അൻസാറുകളുടെ കൂട്ടത്തിൽ ആദ്യമായി കൊല്ലപ്പെടുന്നത് ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ മാതാവ് പ്രവാചകന്റെ അരികിൽ വന്ന് അദ്ദേഹത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. ഷഹീദായി കിടക്കുന്ന തന്റെ മകനെ പറ്റി ആ മാതാവിന്റെ ചോദ്യം എന്താണ്, അവന്റെ അവസ്ഥ, അവന്റെ സ്ഥിതി എന്തായിരിക്കും നാളെ പരലോകത്ത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അവന് സ്വർഗത്തിലായിരിക്കില്ലേ, അവന് സ്വർഗം ലഭിക്കുകയില്ലേ, എനിക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന്റെ സ്വർഗത്തിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആ മാതാവിന്റെ ചരിത്രം ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു സ്വർഗലോകത്തായിരിക്കും, സ്വർഗത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാതാവിന് കൊടുക്കുന്ന മറുപടി നമുക്ക് വായിക്കാൻ പറ്റും. രണ്ട് ശത്രുപക്ഷങ്ങൾ, രണ്ട് ശത്രു സൈന്യത്തെ നേരിടുന്ന സമയത്ത് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ശത്രു സൈന്യത്തെ നേരിടുമ്പോൾ മുസ്ലിങ്ങൾ എങ്ങനെയായിരിക്കണം, മുസ്ലിങ്ങൾ ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ, യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ പാലിക്കേണ്ടുന്ന സമീപനത്തെ പറ്റി വിശുദ്ധ ഖുർആൻ സൂറ അൽ അൻഫാലിലെ 45-46 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബദറിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരു ശത്രുമുഖത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ, യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ, ശത്രുവിനെ നേരിടുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പാലിക്കേണ്ടുന്ന സമീപനങ്ങളെ പറ്റി പറയുന്നു. ഖുർആൻ സൂറ അൻഫാലിലെ 45-46 ആയത്തുകളിലൂടെ, ഒന്ന്, അവിടെ തസ്ബീത്താവുക, ഉറച്ചു നിൽക്കുക, കാൽ പതറാതെ, ഭീരുത്വം പ്രകടിപ്പിക്കാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെടുന്നു. അള്ളാഹുവിനെ വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുവാൻ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുവാൻ, വഅതിഉല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കേണ്ടതുണ്ട്. അന്യോന്യം ഭിന്നിക്കാതിരിക്കണം, പരസ്പരം തർക്കമോ കക്ഷിവഴക്കോ ചേരിപ്പിരിവോ ഇല്ലാതെ പരസ്പരം ഐക്യത്തോടുകൂടി നിലനിൽക്കാൻ വേണ്ടി പറയുന്നു, ക്ഷമിക്കാൻ വേണ്ടി പറയുന്നു. ഈ 5 സമീപനം, ഈ 5 ഗുണഗണങ്ങൾ ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ശത്രുവിനെ നേരിടുന്ന സമയത്ത് ഐക്യത്തോടെ മുസ്ലിങ്ങൾ പാലിക്കേണ്ടുന്ന ഒരു മര്യാദയെ അല്ലെങ്കിൽ സമീപനത്തെ പറ്റി ഖുർആൻ ബദറിനെ പറ്റി പറയുന്നിടത്ത്, ബദറിന്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നു, ഈ 5 ഗുണങ്ങളും അവർക്കുണ്ടായിരുന്നു. അവർ യുദ്ധത്തിൽ പതറാതെ, കാൽ പതറാതെ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു, അള്ളാഹുവിനെ ധാരാളം ഓർക്കുകയായിരുന്നു, രാത്രിയിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയായിരുന്നു അവർക്ക്, തസ്ബീഹും തക്ബീറും തഹ്ലീലും തഹ്മീദുമായി അവർ പ്രാർത്ഥനകളിൽ മുഴുകുകയായിരുന്നു. അള്ളാഹുവിനെയും റസൂലിനെയും അവരെല്ലാ അർത്ഥത്തിലും അനുസരിക്കുന്നവരായിരുന്നു അവർ. അവർക്കിടയിൽ അന്യോന്യം ഭിന്നാഭിപ്രായമില്ലാതെ പരസ്പരം ഐക്യത്തോടെ അവർ മുന്നേറി. അവർ ക്ഷമയും അതുപോലെ തന്നെ സഹനവും അവലംബിച്ചവരായിരുന്നു. ഈ 5 ഗുണഗണങ്ങളെ ബദറിന്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നു, വിശ്വാസികൾക്ക് എല്ലാ സന്ദർഭത്തിലും അവർ സ്വീകരിക്കേണ്ടുന്ന ഒരു സമീപനമാണ്. ബദറിന്റെ പാഠമായി, ബദറിന്റെ ഇബറത്തായി, ബദറിന്റെ ഹിബറത്തായി ഇസ്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യം, അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് യഥാർത്ഥ സഹായം. വല്ലാഹു യുഅയ്യിദു
ബിനസ്രിഇ മയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ശക്തിപ്പെടുത്തും, അവൻ സഹായിക്കും. ഖുർആനിലെ സൂറ ആൽ ഇംറാനിലെ 13-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വകാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. മുഅ്മിനീങ്ങളെ അള്ളാഹു സഹായിക്കും. ഖുർആൻ സൂറ റൂമിലെ 47-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് യഥാർത്ഥ സഹായം. അന്നസുറു മിൻ ഇന്ദില്ല, അള്ളാഹിന്റെ പക്കൽ നിന്നാണ് യഥാർത്ഥ സഹായം. ആ സഹായം ലഭിക്കൽ സംഘത്തിന്റെ വലുപ്പമോ ആൾബലമോ ആയുധബലമോ നോക്കിയിട്ടല്ല, അവരുടെ ആദർശ വിശുദ്ധിയും അവരുടെ അള്ളാഹുവിലുള്ള തവക്കലും അവരുടെ ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വലിയ സഹായം അവർക്ക് ലഭിക്കും. സംഘം ചെറുതാണെങ്കിലും ആൾബലം കുറവാണെങ്കിലും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് യഥാർത്ഥ സഹായം. പിന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിനാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. അബൂജഹല് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം ലാത്തയെ ഉസ്സയെ മനാത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. എന്നാൽ പ്രവാചകനും പ്രവാചകന്റെ സംഘവും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹും പ്രവാചകനുമായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത്. ഖുർആനിലെ 58-ാം അധ്യായത്തിലെ 22-ാമത്തെ വചനം നമ്മൾ പഠിക്കുന്നിടത്ത് അബൂ ഉദൈഫത്ത് ഇബ്നു ഉത്ബത്ത് ഇബ്നു റബീഅ ആർക്കെതിരെയാണ്? ഉദൈഫ ആർക്കെതിരെയാണ് നിൽക്കുന്നത്? തന്റെ പിതാവിനെതിരെ. അദ്ദേഹത്തിന്റെ പിതാവിനെതിരെ പോരാടുന്നു. ഉത്ബ മറുപക്ഷത്ത്, അഹൂഉ തന്റെ സഹോദരൻ മറുപക്ഷത്ത് വലീദ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മാവൻ മറുപക്ഷത്ത് ഷൈബ. അപ്പം ഉപ്പയായ ഉത്തബ ഒരു പക്ഷത്ത്, തന്റെ സഹോദരനായ വലീദ് മറുപക്ഷത്ത്, അമ്മാവനായ ഷൈബ മറുപക്ഷത്ത്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അബൂ ഹുദൈഫ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും പക്ഷത്ത് നിന്ന് തന്റെ പിതാവിനെതിരെ, തന്റെ സഹോദരനെതിരെ, തന്റെ അമ്മിനെതിരെ പോരാടുന്ന സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മിസ്അബ് ഇബ്നു ഉമൈർ ഒരു പക്ഷത്ത്, അദ്ദേഹത്തിന്റെ സഹോദരനായ അബൂ അസീസ് ഇബ്നു ഉമൈർ മറുപക്ഷത്ത്. ഇസ്ലാമിന്റെ പക്ഷത്ത് മിസ്അബ് ഇബ്നു ഉമൈർ, മറുപക്ഷത്ത് അദ്ദേഹത്തിന്റെ സഹോദരനായ അസീസ് ഇബ്നു ഉമൈർ മറുപക്ഷത്ത് നിൽക്കുന്നു. ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി, പ്രവാചകന് വേണ്ടി അവിടെ തന്റെ കുടുംബവും തന്റെ സഹോദരനും തന്റെ പിതാവും തന്റെ അമ്മമൊക്കെ മറുപക്ഷത്ത് നിൽക്കുമ്പോഴും അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള മഹബത്ത് സ്വഹാബത്ത് പ്രകടിപ്പിക്കുകയാണ്. സത്യത്തെയും അസത്യത്തിന്റെയും വേർതിരിവാണ്. യൗമുൽ ഫുർഖാനാണ് ബദർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ച മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ്? മലക്കുകളുടെ വരവുണ്ടായി. ശത്രുപക്ഷത്തിന് മുസ്ലിം പക്ഷത്തെ ഇരട്ടിയായി തോന്നി. വളരെ 300-ൽ ചില്ലാൻ വരുന്ന സംഘത്തെ അള്ളാഹു ശത്രുപക്ഷത്തിന്റെ മുന്നിൽ അത് ഇരട്ടിയായി അവർക്ക് അള്ളാഹു തോന്നിപ്പിക്കുകയുണ്ടായി. ഈ മുസ്ലിം പക്ഷത്തിന് അള്ളാഹു ഒരു സമാധാനത്തിന്റെ, ഒരു ആശ്വാസത്തിന്റെ, ഒരു നിദ്ര, ഒരു ഉറക്കം രാത്രിയിൽ അള്ളാഹു അവർക്കുണ്ടാക്കി. നാളെ പകലിൽ വലിയൊരു യുദ്ധം, വലിയൊരു ഏറ്റുമുട്ടൽ നേരിടാനുണ്ടാകുമ്പോൾ, വലിയൊരു കാര്യം ചെയ്യാനുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെടും. എന്നാൽ അവരെ മുസ്ലിങ്ങൾക്ക് സമാധാനപരമായ ഒരു സക്കീനത്തിന്റെ ഒരു ഉറക്കം അള്ളാഹു നൽകുകയുണ്ടായി. അതുപോലെ തന്നെ അവരുടെ പക്ഷത്തേക്ക് അള്ളാഹു വെള്ളം നൽകി, അവർക്ക് ആവശ്യമായ വെള്ളം അള്ളാഹു നൽകുകയുണ്ടായി. ശത്രുപക്ഷത്തിലേക്ക് അള്ളാഹു ഭയം ഇട്ടുകൊടുത്തു. അവർക്ക് അള്ളാഹു അവരെ മുസ്ലിങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ, മുസ്ലിം പക്ഷത്തെ പറ്റി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയും ഭയപ്പാടും അള്ളാഹു അവർക്ക് ഇട്ടുകൊടുത്തു. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് യഥാർത്ഥ വിജയം അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് ഉള്ളത് എന്ന് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി. ഖുർആനിലെ സൂറ അൻഫാലിലെ 8-ാം അധ്യായത്തിലെ 10 മുതൽ 47 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബദറിന്റെ ദീർഘമായ ചരിത്രവും മുസ്ലിങ്ങൾക്ക് അതിലുള്ള പാഠവുമൊക്കെ ഇസ്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ ബദറിന്റെ ചരിത്രത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, ആൾബലത്തേക്കാൾ, സംഘബലത്തേക്കാൾ, ആയുധബലത്തേക്കാൾ വലുത് അള്ളാഹുവിലുള്ള വിശ്വാസവും തവക്കുലുമാണ് എന്ന വലിയ കരുത്ത്, ഈമാനികപരമായ കരുത്ത്, തവക്കലിന്റെ ഊർജം, അത് മുസ്ലിങ്ങൾക്ക് എല്ലാ കാലത്തും നൽകുന്ന ഒരു വലിയ പാഠം ബദർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ ബദർ നമുക്ക് നൽകുന്ന വലിയ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ബദറിലെ മുഴുവൻ ശുഹദാക്കളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരും പ്രാർത്ഥിക്കുന്നവരും മാത്രമായിരുന്നു എന്ന ചരിത്രവും ഉൾക്കൊണ്ടുകൊണ്ട് ആ ബദറിൽ നിന്ന് വലിയ പാഠത്തെ ഉൾക്കൊള്ളാൻ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.